പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ പോലീസുകാർ മോശമായി പെരുമാറിയെന്ന കാപ്പ കേസിൽ അറസ്റ്റിലായ ബിജെപി കൗൺസിലർ ആർ സുഗതൻ കസ്റ്റഡിയിൽ തരാത്ത പ്രതിക്കൊപ്പം വട്ടിയൂർക്കാവ് എസ്ഐ എന്തിന് പോയെന്ന് കോടതി. സുഗതന്റെ പരാതി വ്യാജമെന്ന പ്രോസിക്യൂഷൻ. ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഹരി, കസ്റ്റഡി ആവശ്യപ്പെടുന്ന 2 ദിവസത്തെ പോലീസ് കോടതി നൽകിയോ? നൽകിയിട്ടില്ല ആര്യ. അതിനിടയിലാണ് കോടതിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന്, അതായത് സുഗതന്റെ ഭാഗത്ത് നിന്ന് ഒരു പരാതി ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു സുഗതനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. പക്ഷേ ആ കൊണ്ടുപോയത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ വാഹനത്തിലായിരുന്നു. അതിനുശേഷം മടങ്ങി വന്നത് മറ്റൊരു വാഹനത്തിൽ. ഇത് കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ചു. അതായത് പോലീസിന്റെ ഒന്നാമത്തെ കാര്യം, പോലീസിന്റെ ഭാഗത്ത് നിന്ന് സുഗതനോട് മോശമായി പെരുമാറി എന്നുള്ളത്. രണ്ടാമത്തേത്, വട്ടിയൂർക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിൽ സുഗതനെ കോടതി വിട്ടിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസമാണ് വിയൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സുഗതനെ കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പോലീസുകാരാണ് സുഗതനെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. പകരം വട്ടിയൂർക്കാവ് എസ്ഐ ആണ് ഈ മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി സുഗതനെ കൊണ്ടുപോയത്. ഇത് കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ചപ്പോൾ കോടതി അത് ചോദ്യം ചെയ്തിരിക്കുകയാണ്. എസ്ഐയോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടോ പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എന്തിനാണ് ഈ കസ്റ്റഡിയിൽ തരുന്നതിന് മുമ്പേ തന്നെ വട്ടിയൂർക്കാവ് പോലീസ് സുഗതനെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയത്, അത് ശരിയാണോ എന്നുള്ള രീതിയിൽ കോടതി ചോദ്യം ചോദിച്ചിരിക്കുന്നു. ബിജെപി കൗൺസിലറായിട്ടുള്ള, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള സുഗതനാണല്ലോ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്. അതായത് സുഗതനെ അറസ്റ്റ് ചെയ്യുന്നു. സുഗതനെ വലിയ രീതിയിൽ വെടിയൊക്കെ വെച്ചുകൊണ്ട് വലിയ കോലാഹലങ്ങളൊക്കെ ആയി പോലീസ് സുഗതനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ ജയിലിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അതിനുശേഷം പിന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു ഒന്നൊന്നര ബഹളവും കാര്യങ്ങളും ഒക്കെ തന്നെ കാട്ടിക്കൂട്ടലും ഒക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ കണ്ടൊരു കാര്യമാണ്. അതിനുശേഷം ഇപ്പോൾ ഇതാ സുഗതനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ അതിൽ സുഗതൻ ഉന്നയിച്ച കാര്യം, സുഗതനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുഗതന്റെ പരാതി, അങ്ങനെ പല രീതിയിൽ ഈ സുഗതൻ വിഷയം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതിൽ സുഗതൻ കുടുങ്ങിയതോ സുഗതനെ കുടുക്കിയതോ, അതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. ആ ചോദ്യത്തിനുള്ളിലാണ് സുഗതനും പ്രതിപക്ഷവും പോലീസും ഒക്കെ തന്നെ എങ്കിലും. കാരണം ചില കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോഴത്തേക്കും സംശയം പലർക്കും തോന്നും, ഇത് സുഗതനെ കുടുക്കിയതാണോ ഇനി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, സുഗതൻ ഗുണ്ടയാണ്, സുഗതൻ ഈ പറയുന്ന രീതിയിൽ കാപ്പ കേസിലെ പ്രതിയാണ്, പലതരത്തിലുള്ള പ്രശ്നക്കാരനാണ്, പല രീതിയിലുള്ള കേസുകൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് എന്നൊക്കെയാണ് പറച്ചിലെന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് ജനങ്ങൾ വിജയിപ്പിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ജനപ്രതിനിധിയാവുന്നത് എങ്ങനെയാണ്? പിന്നെ ഈ വ്യക്തി എങ്ങനെയാണ് ജനങ്ങൾ ഈ വ്യക്തിയെ വിജയിപ്പിച്ച് കോർപ്പറേഷനിലോട്ട് വിട്ടത്? അതും ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന ഒരു സ്ഥലത്താണ് സുഗതൻ അട്ടിമറി വിജയം നേടി അവിടെ വിജയിച്ച് കയറിയെന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ എന്താ പൊട്ടന്മാരാണ്? ഒരിക്കലുമല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഏത് തരത്തിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് വിവേകവും ബുദ്ധിയുമുള്ള ആൾക്കാർ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ കോട്ടയിൽ എങ്ങനെ ഒരു BJP സ്ഥാനാർത്ഥി, അതും സുഗതനെ പോലെ ഒരു സ്ഥാനാർത്ഥി, ഗുണ്ടയാണ്, അതാണ്, ഇതാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറയുന്ന ഈ സ്ഥാനാർത്ഥി എങ്ങനെ വിജയിച്ചു? ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത, ജനങ്ങൾക്ക് ഒരു തരത്തിലും നേട്ടമില്ലാത്ത ഒരു വ്യക്തിയെ ആരെങ്കിലും വിജയിപ്പിക്കുമോ? ഒരിക്കലുമില്ല. ഒരു ഗുണ്ടയാണെങ്കിൽ ആ വ്യക്തിയെ ഒഴിവാക്കുകയേ ജനങ്ങൾ ചെയ്യത്തുള്ളൂ. പക്ഷേ അവിടെ എങ്ങനെ സുഗതൻ ഈ പറയുന്ന ഇടതുപക്ഷ കോട്ട അട്ടിമറിച്ചുകൊണ്ട് അവിടെ വിജയം നേടി? അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യങ്ങളെന്ന് പറയുന്നത്. കാരണം സുഗതനെതിരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അതിനിടയിലും സുഗതൻ എങ്ങനെ വിജയിച്ചു? അതും ഇടതുപക്ഷത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് എങ്ങനെ വിജയിപ്പിച്ചു? അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് ആകെപ്പാടെ ഇങ്ങനെ ഹാലിളവി നടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അതായത് ഈ പറയുന്ന 40-45 കൊല്ലത്തെ ഭരണം പോയി. ആ ഭരണം പോയതിന് ശേഷമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സുഗതൻ അകത്താവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നത്, പ്രശ്നങ്ങൾ പല രീതിയിൽ വഴിമാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നത്. അതായത് ഇടതുപക്ഷത്തിന്റെ പല രീതിയിലുമുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ മേയർ പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നു. അത് കോർപ്പറേഷനുള്ളിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈ സുഗതൻ ഇനി പെട്ടതാണെങ്കിൽ സുഗതൻ യഥാർത്ഥത്തിൽ ഗുണ്ടയാണോ അതോ എല്ലാവരും കൂടെ ചേർന്ന് സുഗതനെ ഗുണ്ടയാക്കിയതാണോ? പോലീസിന് എന്താണ് സുഗതനോട് ഇത്ര വൈരാഗ്യം? ശരിക്കും പറഞ്ഞാൽ സുഗതൻ തെറ്റുകാരനാണെങ്കിൽ അവിടെ പിന്നെ പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ തെറ്റുകാരനല്ലെങ്കിൽ, സുഗതനെ കുടുക്കിയതാണെങ്കിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല. പക്ഷേ എന്ത് തന്നെയായാലും അവസാന ഉത്തരമെന്ന് പറയുന്നത് കോടതി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കോടതിയിൽ സത്യം തെളിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഗതനെ പെടുത്തിയതാണെങ്കിൽ, സുഗതനെ പെടുത്തിയതാരാണോ അവർ എപ്പോഴായാലും കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സുഗതനെ മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് സുഗതനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന രീതിയിൽ കോർപ്പറേഷനിൽ കാലുകുത്തത്തില്ല, കോർപ്പറേഷൻ പരിധിയിൽ ഇനി ഇല്ലാതാക്കണം, അതോടൊപ്പം തന്നെ സുഗതനെ അസാധുവാക്കണം, സുഗതനെ ആ ഒരു തരത്തിൽ ഒരു കൗൺസിലർ പോലും അല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പല രീതിയിലുമുള്ള പൊറാട്ട് നാടകങ്ങളൊക്കെ തന്നെയും നമ്മൾ കോർപ്പറേഷനിൽ കണ്ട ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഇതൊക്കെ തന്നെ എത്രത്തോളം സാധ്യമാകും പ്രതിപക്ഷത്തിന് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. യഥാർത്ഥത്തിലുള്ള ഉത്തരവ് എന്ന് പറയുന്നത് ഇനി എന്ത് തന്നെയായാലും കോർപ്പറേഷനിൽ ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ കളികളൊന്നും തന്നെ നടക്കില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കോർപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കോർപ്പറേഷൻ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ നടത്തണമെന്നും അറിയാവുന്ന ഒരു മേയർ തന്നെയാണ് നിലവിൽ അവിടെ ഉള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സുഗതനിലൂടെ അട്ടിമറി നീക്കം നടത്താനായിട്ട് കാത്തിരിക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സുഗതനെ കുടുക്കിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള റോൾ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും BJPക്കാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സുഗതന്റെ ഈ ഒരു വിഷയത്തോടു കൂടി തന്നെ സുഗതൻ എന്ന് പറയുന്ന വട്ടിയൂർക്കാവിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ കേരളത്തിൽ ഉടനീളം അറിയിക്കുന്ന തരത്തിലും അതോടൊപ്പം തന്നെ സുഗതനെ എന്തോ വലിയൊരു സംഭവമാക്കി ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും മാറ്റിയിരിക്കുകയാണ്. ഒരു കാര്യം ഇടതുപക്ഷവും വലതുപക്ഷവും അറിയേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ സംഘികൾക്ക്, അതോടൊപ്പം തന്നെ സുഗതനും ജനങ്ങൾക്കിടയിൽ ഒരു ജനപ്രീതി ഉണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇടതുപക്ഷവും വലതുപക്ഷവും ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം കുഴിച്ച കുഴിയിൽ താനേ വീഴുന്ന ഒരു അവസ്ഥയിലോട്ട് എപ്പോഴെങ്കിലും എത്തും.